സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ. എന്താണ്? മനുഷ്യൻ്റെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട വാക്ക് ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്ക് അല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടത്. ദൈവഹിതപ്രകാരം നടക്കുവാൻ ഈ ദിവസം ഒരിക്കൽ കൂടി നാം തീരുമാനം എടുക്കേണ്ടതാണ്. മനുഷ്യന്റെ മോഹങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. നമ്മുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. യെശയ്യാവിന്റെ പുസ്തകം അതിൻ്റെ 55-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്നു യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ കണ്ണുകളെത്തുന്ന ദൂരത്ത് വരെയാണ് ഉള്ളത്. നമ്മുടെ കണ്ണെത്തുന്ന പരിധിയിൽ വരെയായിരിക്കും നമ്മുടെ ചിന്തകൾ ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ എത്രത്തോളം ഉയർന്നിരിക്കുന്നു അത്രയും വിസ്താരമായവയാകുന്നു. കണ്ണുകൊണ്ട് കാണാത്തത്, ചെവി കൊണ്ട് കേൾക്കാത്തത്, ഒരു ഹൃദയത്തിലും തോന്നാത്ത എത്രയോ കാര്യങ്ങൾ അവൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നിന്റെ പദ്ധതികൾ വിട്ടുമാറി, നിന്റെ ആലോചനകൾ വിട്ടുകൊണ്ട്, നിന്റെ ലക്ഷ്യങ്ങൾ, നിന്റേതായ ആശകൾ വിട്ടുമാറിക്കൊണ്ട് ദൈവമേ എനിക്ക് വേണ്ടിയുള്ള നിന്റെ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചാൽ വലിയ ഒരു അനുഗ്രഹം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് പോയപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. അവനെ അനുഗമിച്ചതായ ലോത്തും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. അവൻ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ സേവകന്മാരും ആടുമാടുകളും വസ്തുവകകളും എല്ലാം വർദ്ധിച്ച് പെരുകുവാൻ ഇടയായി. അതുകൊണ്ട് അവൻ വേർപെട്ടു പോകാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് സമ്മതിച്ചു. ലോത്ത് കണ്ണുയർത്തി നോക്കിയ സമയത്ത് അതാ സോദോം ഗൊമോറ കണ്ടു. വളരെ മനോഹരമായിരിക്കുന്ന വർണ്ണാഭമായിരിക്കുന്ന പട്ടണം, വലിയൊരു പട്ടണമായിരുന്നു അത്, വലിയൊരു സിറ്റിയാണ്. ട്വിൻ സിറ്റീസാണ് സോദോമും ഗൊമോറയും. ഹൈദരാബാദ് സെക്കൻഡറാബാദ് എന്നതുപോലെ തന്നെ. നമ്മൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്നതായ സമയത്ത് ഈ പട്ടണങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചെന്നൈ ആകട്ടെ, ബാംഗ്ലൂർ ആകട്ടെ, ഡൽഹി ആകട്ടെ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പട്ടണങ്ങളാകട്ടെ, നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എത്ര വർണ്ണോജ്വലമായിരിക്കും, എത്ര മനോഹരമായിരിക്കും. ആ ലൈറ്റുകളാകട്ടെ വലിയ ആകർഷണീയമായിരിക്കും. ഇത്രയും കാലം മരുഭൂമിയിൽ കൂടി നടന്നു, ഇത്രയും കാലം ഈ മരുഭൂമിയിൽ തന്നെയാണ് ജീവിച്ചത്. അബ്രഹാമിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് കണ്ണുയർത്തി നോക്കിയപ്പോൾ അവിടെ നന്നായിരിക്കുന്നു, ആ പട്ടണങ്ങൾ മനോഹരമായിരിക്കുന്നു എന്ന് വിചാരിച്ച സോദോം ഗൊമോറയെ ആശിച്ചു. ലോത്തിനെ പോലെ ഇന്ന് അനേകരും ലോകത്തെ ആഗ്രഹിക്കുന്നു. മനുഷ്യരുടെ ആശ എന്താണ്? എന്താണ് തിന്നുന്നത്, എന്താണ് കുടിക്കുന്നത്, എന്താണ് ധരിക്കുന്നത് എന്നൊക്കെയാണ്. ഈയിടയ്ക്ക് ഒരു വ്യക്തി പറയുകയാണ്, നമ്മുടെ ശരീരം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു തരത്തിലുള്ള ദാഹം, ഒരു തരത്തിലുള്ള വ്യഗ്രത. എന്താണ് ആ ശരീരത്തിൻ്റെ വ്യഗ്രത? ശരീരത്തിൻ്റെ വ്യഗ്രത എന്തിനാണ്? തിന്നുക, കുടിക്കുക, ആഘോഷിക്കുക, സെക്സ്, അതുപോലെ ഉറക്കം. ശരീരത്തിൻ്റെ ഇച്ഛകളാണ് ഇവയെല്ലാം. എങ്ങനെയെങ്കിലുമൊക്കെ നിറവേറ്റണം.
അതാണ് ശരീരം ആഗ്രഹിക്കുന്നത്. അത് കൃത്രിമമായിട്ടോ ഏതെങ്കിലും രീതിയിൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആസക്തികൾ നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അശുദ്ധിയായ ദൃശ്യങ്ങൾ കാണുന്നു, അശുദ്ധിയായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങൾ ഏർപ്പെടുത്തുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശരീരത്തിൻ്റെ ഇച്ഛ നിർവഹിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഓടുകയാണ്. അത് ശരീരത്തിൻ്റെ ആശകളാണ്, അത് ശരീരത്തിൻ്റെ മോഹങ്ങളാണ്. ഉറങ്ങണം, ആഹാരം കഴിക്കണം, കുടിക്കണം, അതുപോലെ ശരീരത്തിൻ്റെ മോഹങ്ങൾ നിർവഹിക്കണം എന്നത് ഭൂമിയിലുള്ളതായ എല്ലാ മനുഷ്യരുടെയും ആശയാണ്. ആ മനുഷ്യൻ്റെ മോഹങ്ങൾ നാം വിട്ടുകളയണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ വരുന്ന സമയത്ത്, ലോത്ത് അബ്രഹാമിൻ്റെ കൂടെയായിരുന്നപ്പോൾ, വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ കൂടെയായിരുന്ന സമയത്ത്, തൻ്റെ ഹൃദയത്തിൽ അവൻ വിശ്വാസത്തിന് ഇടം കൊടുത്തില്ല. ദൈവത്തിന് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ശ്രേഷ്ഠമായ കാര്യമെന്താണെന്ന് അവൻ ചിന്തിച്ചില്ല. നിന്റെ പിതൃഭവനത്തെ, നിന്റെ ദേശത്തെ വിട്ടുപിരിഞ്ഞ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അത് അനുസരിച്ചപ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു. അത് കണ്ണുകൊണ്ട് കണ്ടതായ ലോത്ത് തൻ്റെ ജീവിതകാര്യത്തിൽ വന്നപ്പോൾ ലോകത്തിൻ്റെ ആശയ്ക്കിടം കൊടുത്തു, മനുഷ്യൻ്റെ ആശയ്ക്കിടം കൊടുത്തു. ഇന്ന് അനേകം വിശ്വാസികളായിരിക്കുന്നവർ ഹീനസ്ഥിതിയിലായിരുന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്നവർ, ദാരിദ്ര്യത്തിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു, പ്രതിസന്ധി വന്നപ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു, ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നപ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്നു, കർത്താവിനെ അനുഗമിച്ചു, കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. അവൻ്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായി, നന്മ പ്രാപിക്കാനിടയായി. അത് സർവ്വസാധാരണമാണ്. അനുഗ്രഹിക്കപ്പെട്ടതിന് ശേഷം, നന്മ പ്രാപിച്ചതിന് ശേഷമായി എല്ലാവരും എനിക്ക് വില നൽകണം, എല്ലാവരും എന്നെ സ്നേഹിക്കണം, എനിക്ക് ബഹുമാനം നൽകണം. ഇത് മനുഷ്യൻ്റെ ആശയാണ്. ഈ പുതിയ വർഷത്തിൽ മാനുഷിക മോഹങ്ങൾ നാം വിട്ടുകളയണം. ദൈവത്തിൻ്റെ ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കണം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും, അടുത്തത് ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതു മതി. കാമാർത്തികളിൽ, മോഹങ്ങളിൽ, വെറിക്കൂത്തുകളിൽ, അതുപോലെ മദ്യപാനത്തിൽ, ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധന, ഇതാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ലോകത്തിലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്ത് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്. ഇതിൽ കൂടിയാണ് ലോകത്ത് മനുഷ്യൻ തൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്, സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വെറിക്കൂത്തുകളിൽ കൂടി രാത്രിയിൽ മദ്യപിച്ചിട്ട് 6-7 ചെറുപ്പക്കാർ ഒരു കാറിൽ വളരെ വേഗത്തിൽ സഞ്ചരിച്ച് ഡിവൈഡറിൽ പോയി ഇടിക്കുകയും തൽക്ഷണത്തിൽ മരിക്കുകയും ചെയ്തു. അതായിരുന്നു അവരുടെ ഹാപ്പി ന്യൂ ഇയർ. ഇന്നുള്ള മനുഷ്യരെ നോക്കുക, എത്ര വേഗത്തിൽ പോകുവാൻ കഴിയും, എത്രയും സ്പീഡിൽ പോകാൻ കഴിയും എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും തീരുമാനത്തിൻ്റെ കാര്യമാണെങ്കിലും എന്തു ചെയ്യുവാൻ ആഗ്രഹിച്ചാലും ശരി, ഒന്ന് നിന്നവർ ചിന്തിക്കാതെ, ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് ചിന്തിക്കാതെ മനുഷ്യൻ എപ്പോഴും ഓടുകയാണ്, ധൃതി വെച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതുപോലെ വെറിക്കുത്തുകൾ, അത്യാഗ്രഹം, ദുരാശ. ഇന്നുള്ള മനുഷ്യന് അത്യാഗ്രഹമാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ നേടണമെന്നുള്ള ആഗ്രഹം. അധാർമികമായ രീതിയിൽ സമ്പാദിക്കാനുള്ള ആശ, വഞ്ചന ചെയ്ത് നേടിയെടുക്കാനുള്ള ആശ, മറ്റുള്ള വ്യക്തിയെ ഉപദ്രവിച്ചുകൊണ്ട് സമ്പാദിക്കുവാൻ ഉള്ള ആശ. ഇത് ലോകത്തിലുള്ളതായ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. മദ്യപാനത്തിന്റെ കാര്യം ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ മദ്യപാനം വളർന്നു വരികയാണ് ചെയ്യുന്നത്. എത്ര പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും ശരി, സാധാരണപ്പെട്ട മനുഷ്യരാകട്ടെ അതുപോലെ ധനവാന്മാരാകട്ടെ, അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായ, കുടുംബങ്ങൾ ഛിന്നഭിന്നമാകുന്നതിന് കാരണമായതായ, രോഗങ്ങൾ വ്യാപിക്കുന്നതിന് വളരുന്നതിന് കാരണമായതായ, സാമ്പത്തിക ബാധ്യതകളിലേക്ക് മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നതിന് കാരണമായ മദ്യ നിരോധനത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നില്ല? മനുഷ്യൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ ജീവിക്കുവാൻ കഴിയും, എന്നാൽ മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ എത്രയോ ആളുകളുണ്ട്. മദ്യപാനം കാരണം മനുഷ്യന്റെ ഹൃദയത്തെ ലഹരി കൊണ്ട് നിറച്ചുകൊണ്ട്, മനസ്സാക്ഷിയെ കൊന്നുകൊണ്ട് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം വെറിക്കൂത്തിനെ കുറിച്ച് പറയുന്നത്. പാട്ടും നൃത്തവും വെറിക്കൂത്തും. ഏത് സിനിമയെടുത്താലും, ആര് സിനിമയെടുത്താലും, ഏതെല്ലാം രീതിയിലെടുത്താലും ശരി, അതിലെന്താണ് കാണുന്നത്? നാം ഈ വെറിക്കൂത്തുകൾ മാത്രമാണ് അതിൽ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കാമ, ക്രോധ, മത മത്സരത്തിന് ജീവിതത്തിൽ ഇടം കൊടുത്തുകൊണ്ട് മനുഷ്യൻ അവയിൽ ആകർഷണീയനാവുകയാണ് ചെയ്യുന്നത്. മണിക്കൂറുകൾ അതിനുവേണ്ടി സമയത്തെ ചിലവഴിക്കുന്നു. ഇവയിലെല്ലാം നോക്കുമ്പോൾ സാങ്കല്പികമായതാണ്, സാങ്കല്പിക കഥാപാത്രങ്ങളുമായി. അതുപോലെ സീരിയലിന്റെ കാര്യം നോക്കിയാൽ ഇന്ന് എത്രയോ ആളുകൾ ഈ സീരിയലുകൾക്ക് അഡിക്റ്റായിട്ട് മാറുന്നു. ഇത് മനുഷ്യന്റെ മോഹമാണ്. അനേകം ആളുകൾ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മേഖല അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ പണം അതിനുവേണ്ടി ചിലവഴിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ദിവസം നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യന്റെ മോഹങ്ങൾക്കിടം കൊടുക്കാതെ അവയെ നീ വിട്ടുമാറുകയാണ് ചെയ്യേണ്ടത്. അടുത്തത്, ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി മനുഷ്യ, കാലം പോക്കിയത് മതി സഹോദര. മനുഷ്യന്റെ ആശകൾ മതി സഹോദര, മനുഷ്യന്റെ വെറിക്കൂത്തുകൾ മതി പിതാവേ. ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായ ഓട്ടം എൻ്റെ ജീവിതത്തിൽ മതി എന്ന് ഈ ദിവസം ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുമെങ്കിൽ, എപ്പോഴാണോ ഒരു വ്യക്തി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നത്, ഒരു മനുഷ്യന് അവന്റെ വഴി ചൊവ്വായിട്ട് തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനം മരണവഴിയായിരിക്കും. നിന്റെ നോട്ടത്തിൽ നിനക്ക് നന്നായിട്ട് തോന്നും, നിന്റെ ചിന്തകളിൽ നന്നായിട്ട് അത് തോന്നാനിടയാകും, എന്നാൽ അതിന്റെ അന്ത്യം മരണകരം, അപകടകരമായിരിക്കുമെന്ന് വചനത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ ആശയം എന്താണ്? ഒരു വീട് പണിയണം, അത്രയുള്ളൂ. നിന്റെ ആശയം എന്താണ്? വിദേശത്ത് പോയി ജോലി ചെയ്ത് കുറെ പണം സമ്പാദിക്കണം. നിന്റെ ഇഷ്ടം എന്താണ്? നീ സ്നേഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം. നിന്റെ ആഗ്രഹം എന്താണ്? ലോകത്തിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകണം. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾ ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അത്രത്തോളം ഉയർന്നവയാണ്. ലോത്ത് തന്റെ ഇഷ്ടമനുസരിച്ച് സൊദോം ഗൊമോറയിലേക്ക് പോയി. എന്നാൽ അബ്രഹാം എന്തു ചെയ്തെന്നറിയാമോ? അതുകൊണ്ടാണ് ബൈബിൾ വായിക്കേണ്ടത്. ബൈബിൾ വീണ്ടും വീണ്ടും നാം വായിക്കണം. പുതിയ വർഷത്തിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ബൈബിൾ ക്രമമായി വായിക്കാൻ തീരുമാനമെടുക്കുക. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 14 വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ദൈവം കൊടുത്തത് എന്താണ്? ഇവൻ ആശിച്ചത് എന്താണ്? ലോത്ത് ആഗ്രഹിച്ചത് ഒരു പ്രദേശമായിരുന്നു. ലോത്ത് മോഹിച്ചിട്ട് ഇഷ്ടമനുസരിച്ച് പോവുകയും ചെയ്തു. എന്നാൽ അബ്രഹാം അങ്ങനെ മോഹിച്ചില്ല. അബ്രഹാം നിലനിൽക്കാനിടയായി. നീ എനിക്ക് നൽകുന്നത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം. എന്തുകൊണ്ടാണ് നാം ദൈവസന്നിധി ചെന്നിട്ട് എനിക്ക് അത് നൽകണം ഇത് നൽകണം എന്നൊക്കെ പറയുന്നത്? ദൈവമേ, നീ എന്തു തന്നാലും സ്വീകരിച്ചു കൊള്ളാം എന്ന് എന്തുകൊണ്ട് നാം പറയുന്നില്ല? നാം ചോദിക്കുകയാണെങ്കിൽ നിസ്സാരമായ കാര്യമായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ അവൻ നൽകിയാൽ ധാരാളമായിട്ട് നൽകും. അബ്രഹാം നിന്നപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? നീ തലയുയർത്തി നോക്കുക. നീ നോക്കുകയാണെങ്കിൽ ആ മൂലയിൽ കാണുന്ന സ്ഥലം നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഇതാ മൂലയ്ക്കുള്ള ബിൽഡിംഗ് തരാമെന്നാണ് പറഞ്ഞത്. ആ ഫ്ലാറ്റിലെ 3-ാമത്തെ നില തരാമെന്നാണ് പറഞ്ഞത്. അവൻ എന്താണ് പറഞ്ഞത്? നീ തലയുയർത്തി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. എങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്? എവിടെ നോക്കാനാണ് പറഞ്ഞത്? NEWS എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ദൈവം എന്തു നൽകാമെന്നാണ് പറയുന്നത്? നീ ആ ദിക്കിലേക്ക് നോക്കുക, ഈ ദിക്കിലേക്ക് നോക്കുക, അവിടേക്ക് നോക്കുക, ഇവിടേക്ക് നോക്കുക. ദൈവം എന്താണ് ഇവിടെ പറയുന്നത്? നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി നൽകും എന്നാണ് പറയുന്നത്. 3 വർഷത്തിന് തരാമെന്നാണോ പറഞ്ഞത്? ലീസിന് നൽകാമെന്നാണോ പറഞ്ഞത്? 99 വർഷത്തിന് ലീസിന് നൽകാമെന്നാണോ പറഞ്ഞത്? എത്ര നാളത്തേക്ക് തരാമെന്നാണ് പറഞ്ഞത്? ശാശ്വതമായിട്ടും നൽകാമെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിച്ചാൽ അത് നിത്യമായ അനുഗ്രഹമാണ്. ദൈവം നൽകിയാൽ അത് നിത്യമായ നന്മയായിരിക്കും. അവൻ എന്തു നൽകിയാലും അത് താൽക്കാലികമായതല്ല. അവൻ എന്തു നൽകിയാലും അത് സദാകാലത്തേക്ക് ശാശ്വതമായിട്ട് നൽകുന്നതാണ്. അവനോടൊപ്പം നിത്യമായി വസിക്കാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകും. നാം ആഗ്രഹിച്ചാൽ കുറച്ചേ ആഗ്രഹിക്കുകയുള്ളൂ. ദൈവം നൽകിയാൽ ധാരാളമായിട്ട് നൽകും. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നിന്റെ ഹിതം പറയണമേ. നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകാം. നീ താമസിക്കാൻ പറയുന്നിടത്ത് ഞാൻ നിൽക്കാം. നീ ചെയ്യാൻ പറയുന്ന പണി ഞാൻ ചെയ്യാം. നിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാമെന്ന് നീ സമർപ്പിക്കുന്ന ദിവസം
നീ അനുഗ്രഹിക്കപ്പെടാനിടയാകും. നീ അനേകർക്ക് അനുഗ്രഹമായിട്ടും മാറും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറ്റും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കുമെന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. ഈ പുതിയ വർഷത്തിൽ സങ്കുചിതമായ തീരുമാനങ്ങളുമായി ഇരിക്കരുത്. ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ആലോചനകൾ, ദാവീദ് പറഞ്ഞു, നിന്റെ ആലോചനകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് കടലിലെ മണലിനേക്കാൾ അധികമാണ്, വിസ്താരമാണെന്ന് പറഞ്ഞു. സാധാരണ ഒരു സ്ത്രീക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗർഭിണിയാകുന്ന സമയത്ത് ആ മാതാപിതാക്കൾ വളരെ ആഗ്രഹത്തോടുകൂടി തന്നെ 7-8 മാസമാകുമ്പോൾ തന്നെ ജനിക്കുവാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി ഷോപ്പിംഗ് ഒക്കെ ചെയ്യും. ജനിച്ചതിന് ശേഷമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഊഞ്ഞാല്, പാവകള്, വസ്ത്രങ്ങള്, അങ്ങനെ കളിപ്പാട്ടങ്ങൾ, കുഞ്ഞിന് ഉറങ്ങാനാവശ്യമായ തൊട്ടിൽ, ഇവയെല്ലാം തയ്യാറാക്കാനിടയാകും. ആ കുഞ്ഞിന്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ ബാങ്കിലിടുവാൻ ഇടയാകും. അതുപോലെ ആ കുഞ്ഞിന്റെ പേരിൽ സ്ഥലങ്ങൾ വാങ്ങുവാൻ ഇടയാകും. ഒരു പിതാവ് ഈ ലോകത്തിൽ കുഞ്ഞിനു വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ഒരുക്കി വെച്ചാലും, എന്തെല്ലാം ചിന്തിച്ചാലും അവ എത്രമാത്രമുണ്ട്, എത്രത്തോളമുണ്ട് പറയുക. ഈ ഭൂമിയിലുള്ള ഒരു സാധാരണ പിതാവ് തന്റെ കുഞ്ഞിനു വേണ്ടി അത്രത്തോളം ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, നിന്നെ സൃഷ്ടിച്ചതായ സൃഷ്ടികർത്താവ്, നിന്റെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നിന്നെ അറിഞ്ഞതായ കർത്താവ്, അവന്റെ വിചാരങ്ങൾ എത്ര വലിയവയായിരിക്കും. ദാവീദ് അത് കണ്ടുപിടിച്ചു. എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ അത് എണ്ണുകയാണെങ്കിൽ അത് മണൽത്തരികളെക്കാൾ അധികമാകും. ഒരു രാജാവിന്റെ ഭവനത്തിൽ നിന്ന് വരണം. എന്റെ ഇഷ്ടമനുസരിച്ച് തന്നെ ഈ വ്യക്തി ജീവിക്കണം. ഞാൻ ആജ്ഞാപിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവൻ ചെയ്യുന്നവനായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ദാവീദിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതുപോലെ തന്നെ നിന്റെ വിഷയത്തിലും, അതുപോലെ എൻ്റെ വിഷയത്തിലും, നമ്മുടെ മക്കളുടെ വിഷയത്തിലും ദൈവത്തിന് ആലോചനകളുണ്ട്. രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെയാണ്. ആ കാലത്ത് യോസേഫിനെ ദൈവം തിരഞ്ഞെടുക്കാനിടയായി, രാജ്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. ദാനിയേലിനെ പ്രധാന പദവി മുഖ്യമന്ത്രിയാക്കി മാറ്റാനിടയായി. അതുപോലെ നെഹമ്യാവിനെ, അവനൊരു സാധാരണ വ്യക്തിയായിരുന്നിട്ട് പോലും തന്റെ സാക്ഷിയെ രാജാവിന്റെ മന്ദിരത്തിൽ നിയോഗിച്ചു. ഈ ദിവസം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും, ഓരോ പരിധിയിലും ദൈവം നിന്നെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അവനുവേണ്ടി ഒരു സാക്ഷിയായി നിൽക്കണമെന്ന് ആശിക്കുകയാണ്. മൊറീബിയൻ എന്ന ഗോത്രക്കാരുടെ അടുക്കിലേക്ക് മറ്റു ഗോത്രക്കാരെ അവർ അടുപ്പിക്കുകയില്ല. അവർ അടിമകളായിരിക്കുകയാണ്. ആ മൊറേനിയൻ ഗോത്രക്കാരുടെ നടുവിൽ ചെന്നിട്ട് യേശുവിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമായ വിഷയമാണ്. അതുകൊണ്ട് ചില മിഷണറിമാർ എന്തു ചെയ്തു എന്നറിയാമോ? അവരും സ്വയമായി അടിമകളായി വിൽക്കപ്പെട്ടിട്ട് അടിമകളായി മാറിക്കൊണ്ട് അടിമകളുടെ നടുവിൽ ചെന്ന് അവരോട് സുവിശേഷം അറിയിച്ചു. അവരെ രക്ഷയിലേക്ക് നടത്താനിടയായി. ഈ കാലത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ഈ പുതിയ വർഷത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഒരു സഭയായിട്ട്, ഒരു കുടുംബമായിട്ട്, ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ നോക്കുമ്പോൾ ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ വലിയ ഉദ്ദേശങ്ങളാണ് അവനുള്ളത്. അതുകൊണ്ട് മനുഷ്യ മോഹങ്ങളെ വിട്ടിട്ട്, പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 2-ാം വാക്യം, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാരാംശം ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു കാണിച്ചു തന്നത്, എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം തന്നെ നടക്കട്ടെ. നിനക്കിഷ്ടമായത് എന്താണ്? ആ TV എടുത്ത് മാറ്റിവെക്കുക, ആ സെൽഫോൺ എടുത്ത് മാറ്റുക. ആഹാ, നീ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല കർത്താവേ, എന്നാൽ ഇത് മാത്രം പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ഈ കാലത്തുള്ള മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അടിമകളായിട്ട് മാറുകയാണ്. എൻ്റെ ഇഷ്ടമല്ലപ്പാ, നിന്റെ ഇഷ്ടമാണ് എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥമായിട്ടും നീ സ്നേഹിക്കുന്നത് എന്താണോ അത് വിട്ടുകളയാൻ കഴിയുമെങ്കിൽ അതാണ് അനുഗ്രഹം. അവൻ യെഹെസ്കേലിനോട് പറഞ്ഞു, യെഹെസ്കേലേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ മരിക്കാൻ പോകുന്നു, നീ കരയാൻ പാടില്ല, പോകൂ. എന്താണ്, ഭാര്യ മരിച്ചാലും കരയാൻ പാടില്ലെന്നോ? എന്താണ് കർത്താവേ, ഞാൻ അങ്ങയുടെ സേവകനല്ലേ? അതെ, എൻ്റെ ദുഃഖം നീ മനസ്സിലാക്കണമെങ്കിൽ നീ ദുഃഖിക്കണം. എൻ്റെ കഷ്ടത നീ മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കണമെങ്കിൽ, ഹോശയെ, നീ കടന്നു ചെന്ന ഒരു വേശ്യയെ വിവാഹം കഴിക്കുക.
അവൾ നിന്നെ ഇട്ടിട്ട് പോകും, നീ അവളെ വീണ്ടും വിളിച്ചുകൊണ്ട് വരണം. എന്താണ് കർത്താവേ അങ്ങ് ഈ പറയുന്നത്? അതെ, എൻ്റെ സ്നേഹം നീ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സഹനം നീ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടുകൂടി, ആ ഒരു ദുഃഖത്തോടുകൂടി എൻ്റെ സ്നേഹത്തെ ജനത്തിന് പ്രസംഗിക്കാം. എൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുക. വെറുതെ പ്രസംഗിക്കുന്ന ഒരുപാട് പേരെ കാണുവാനായിട്ട് കഴിയും. അത് അധരങ്ങളിൽ നിന്ന് വരുന്ന പ്രസംഗമാണ്, ഹൃദയത്തിൽ നിന്ന് അല്ല, അത് ഉള്ളിൽ നിന്നല്ല. ആ പ്രസംഗം അവരുടെ മനസ്സിൽ നിന്ന് പോലും വരുന്നതല്ല, അവരുടെ ബുദ്ധിയിൽ നിന്ന് പോലും അല്ല. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നീട് അവർക്ക് പോലും അത് മനസ്സിലാവുകയില്ല. എന്നാൽ ശ്രദ്ധിക്കുക, യേശുവിനെക്കുറിച്ചുള്ള വചനം അത് ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ഹൃദയത്തെ സ്പർശിക്കുകയുള്ളൂ. പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേകം ആളുകളെ കാണുവാൻ കഴിയുമെന്നാൽ ഹൃദയത്തെ സ്പർശിക്കുന്നതായ പ്രസംഗം ചെയ്യുന്ന ആളുകൾ, അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതായ ആളുകൾ, അത് വളരെ വിരളം ആളുകളായിരിക്കും. ഇനിമേൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം നടക്കണം. നീ എന്തു പറഞ്ഞാലും അതെനിക്ക് എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും നീ ഉപേക്ഷിക്കുവാൻ പറഞ്ഞാൽ ഞാൻ അത് ഉപേക്ഷിക്കുവാനായി ഒരുക്കമാണ് എന്ന് പറയുവാൻ കഴിയുന്ന ദിവസം നീ നഷ്ടപ്പെടുകയില്ല, നീ കൈവിടപ്പെടില്ല. നീ ലോകത്തിൽ നിന്റെ കഷ്ടത കൊണ്ട് സമ്പാദിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി പ്രതിഫലം ഈ ലോകത്തിലും സ്വർഗത്തിലും നിനക്ക് നേടുവാൻ കഴിയും. ഇന്ന് നീ പറയുക, എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതമാണ്. യേശുവിന് ഇഷ്ടം എന്താണ്? അവൻ പാപത്തെ ഇഷ്ടപ്പെടുന്നവനല്ല, അവൻ നീതിയെ സ്നേഹിക്കുന്ന ദൈവമാണ്, ദുർനീതിയെ വെറുക്കുന്നതായ ദൈവമാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന ദൈവം ഭൂമിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവനത് ഇഷ്ടമുള്ള കാര്യമല്ല. ആരെങ്കിലും നിന്ദിക്കുകയോ അപമാനിക്കുകയോ മുഖത്ത് തുപ്പുകയോ ചെയ്യുകയാണെങ്കിൽ, ഉപദ്രവിക്കുകയും തള്ളിപ്പറയുകയും അപമാനിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ല. എന്നാൽ യേശുക്രിസ്തു അത് ചെയ്തു. നിനക്ക് വേണ്ടി ഞാൻ നിന്ന സഹിക്കാമെന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ നിന്റെ ഇഷ്ടം നിറവേറ്റാം. ഈ മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പാപത്തെ, അവരുടെ ശാപത്തെ, അവരുടെ കഷ്ടതയെ, അവരുടെ നാശത്തെ ഈ പാനപാത്രത്തിൽ തന്നിരിക്കുന്നതായ ഈ കയ്പ് നീരിനെ ഞാൻ കുടിക്കാം. കർത്താവേ, പിതാവേ, നിന്റെ ഹിതമാണ് എങ്കിൽ നിന്റെ ഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ ഹിതം ചെയ്തു. അവൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്തിനാണ് വന്നത്? എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? ഈ ലോകത്തിൽ നീ എന്തിനാണ് ജനിച്ചത്? ഇത്രയും വർഷങ്ങൾ നീ ജീവിച്ചു, വീണ്ടും ഒരു പുതിയ വർഷം തന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പൗലോസ് പറഞ്ഞു, ഞാൻ ഏതു നിമിത്തമാണോ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഓടുകയാണ് എന്ന്. നീ എന്തിനാണ് ജനിച്ചത്? എൻ്റെ അടുക്കൽ വന്ന് ജന്മദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ഈ ദിവസങ്ങൾ ചോദിക്കുന്ന കാര്യമാണിത്. ഇന്ന് എൻ്റെ ജന്മദിനമാണ്, പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഏഹേ എന്ന് പറയും. ഏഹേ എന്ന് പറയാനല്ല, നിന്റെ വയസ്സ് എത്രയാണ്? 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് നീ ജീവിക്കുന്നത് എന്ന് പോലും അറിയാൻ കഴിയാതെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആശയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. വീണ്ടും ഒരു പുതിയ വർഷം തന്നിരിക്കുന്നു. എന്തിനാണ് കർത്താവ് ഇത് തന്നത്? വീണ്ടും വെറുക്കുത്തില്, വീണ്ടും നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മുടെ മോഹമനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണോ? പാപത്തിന്റെ കുഴിയിൽ വീണ് കിടക്കുന്നതിന് വേണ്ടിയാണോ? പാപത്തിന്റെ മൂലമുണ്ടാകുന്നതായ പ്രശ്നത്തില്, അനാരോഗ്യത്തില്, പ്രതിസന്ധിയിൽ വീണ് കിടക്കുന്നതിന് വേണ്ടിയാണോ? അല്ല. യഥാർത്ഥമായും നിന്റെ ജീവിതം ഹാപ്പി ന്യൂ ഇയർ ആയിട്ടിരിക്കണമെങ്കിൽ, സന്തോഷകരമായിട്ട് നന്മ അനുഭവിക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട വർഷമായിട്ട് തീരണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യന്റെ ആശകളെല്ലാം വിട്ടുകളഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കണം. എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റണമെന്ന് പറഞ്ഞ കർത്താവിന് നമ്മെ തന്നെ സമർപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. മതി കർത്താവേ, കഴിഞ്ഞ കാലത്തെ ഞങ്ങളുടെ ജീവിതമൊക്കെ മതി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ അസൂയയും ദേഷ്യവും വെറുപ്പും മുൻകോപവും ഒക്കെ മതി കർത്താവേ. ആ അന്യായമായ പ്രവൃത്തിയിലും അശുദ്ധമായ ജീവിതവും മതി കർത്താവേ. ആ ദുഷ്ടപ്രവൃത്തികളും അനാവശ്യമായ ചിന്തകളുമൊക്കെ മതി കർത്താവേ. ആ ക്രിസ്തുവേശുവിന്റെ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം അത് ചപ്പും ചവറും എണ്ണിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടുവാനുള്ള കൃപയെ ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും തങ്ങളുടെ താലന്തുകളെ നിനക്ക് വേണ്ടി, തങ്ങളുടെ ജീവിതം തന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാൻ, യേശുവിന് തങ്ങളുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാൻ സഹായിക്കണമേ. നിന്റെ നീതിയെ അന്വേഷിക്കുവാനായിട്ട്, നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന്
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.